വേണ്ട അത് പിന്നെ മാന്തല് അത് മാന്തല് വലിയ മാന്തല്. ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഞായർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഇന്ന് വീഡിയോ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടന്നത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണ് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ കാണണ്ടേ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ഞായറാഴ്ച ദിവസം രാവിലെ ഒരു 6:30 ആകുമ്പോൾ എണീറ്റ് വന്നു കേട്ടോ. എണീറ്റ് വന്നത് ഞാനിതാ ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് നമ്മൾ മീൻ വാങ്ങിച്ചിട്ട് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം വർക്കിനൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് മീൻ കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സാധാരണ നമ്മൾ ഈ മീനൊന്നും വാങ്ങിക്കാറില്ല. ഇവിടെ ഇപ്പം ഇന്ന് കൊഞ്ച് ആണ് കേട്ടോ കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. കൊഞ്ച് വെച്ചിട്ട് കാലം കുറേയായി. സത്യം പറഞ്ഞാൽ ഞാൻ കൊഞ്ച് കഴിച്ചിട്ട് വർഷങ്ങളെന്ന് പറയുമ്പോൾ താരമോളെയൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ കഴിച്ചാണ്. പിന്നീട് ഞാനങ്ങനെ കഴിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ കിട്ടാനും ഇല്ല കേട്ടോ. മീൻകാരന്മാരുടെ അടുത്തൊന്നും ഈ കൊഞ്ചും അങ്ങനെയുള്ളതൊന്നും അങ്ങനെ ഇവിടെ വരാറില്ല. അപ്പോൾ കൊഞ്ച് കിട്ടിയപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് പാടെ ആ മീനൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചു. ഫ്രീസറിൽ വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഐസൊക്കെ ആയിട്ടുണ്ട്. അത് പുറത്തെടുത്ത് വെച്ചു. പിന്നെ അടുപ്പത്ത് ചായയൊക്കെ ഇട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഏട്ടൻ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ചെത്തിക്കോരി അങ്ങോട്ട് ചപ്പും ചവറൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി തീയിടാനായിട്ട് പോവാണ്. ഇന്നലെ ഇപ്പോൾ ഏട്ടനും ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനും പിള്ളേരും അവിടെ ഇന്നലെ നമ്മൾ അന്ന് മരമൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറേ വിറകൊക്കെ എടുത്തിട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വിറകൊക്കെ അങ്ങോട്ട് എടുക്കാൻ പോകുമ്പോഴൊക്കെ ഇവിടെ വൃത്തികേടായിട്ട് കിടന്നാലും പറ്റില്ല. ഒന്നാമത് നമ്മൾ ഇവിടെ ചപ്പും ചവറൊക്കെ അങ്ങനെ പൊത്തി കിടക്കുകയാണ് കേട്ടോ. അതായത് ഈ ഭാഗത്തൊന്നും അങ്ങനെ അടിക്കില്ല. ഈ നമ്മൾ നടക്കുന്ന ആ ഒരു ഭാഗത്ത് അടിക്കും. പിന്നെ ഇവിടെ വിറക് ഓല് പിന്നെ നമ്മൾ ചകിരി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണക്കാനിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഇവിടെ നിന്ന് വിറകും ഇതെല്ലാം എടുത്ത് അടുക്കി അങ്ങോട്ട് വെച്ചപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് സ്ഥലം ഒഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കാമെന്നും വിചാരിച്ച് ചൂലൊക്കെ എടുത്ത് അങ്ങോട്ട് അടിച്ചു വിടാൻ കേട്ടോ. പിന്നെ കുറേ പുല്ലൊക്കെ മുളച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പറിച്ച് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ അടുപ്പുണ്ടല്ലോ, പുറത്ത് കുഞ്ഞടുപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവിടെ നമ്മുടെ ബദാമും മരം ഉണ്ടായിരുന്നു. അപ്പം അതിന് ഇന്നലെ ഞാൻ വരുമ്പോഴത്തേക്ക് ഏട്ടൻ വെട്ടി മുറിച്ച് തള്ളി അങ്ങോട്ട് മറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ അവിടെ വേണ്ടാന്നും പറഞ്ഞിട്ട് കേട്ടോ. കാരണം അത് തണലിന് വേണ്ടി വെച്ചാണ്. പക്ഷേ വേനൽക്കാലത്ത് ഒരു ഇലയും ഉണ്ടാവില്ല, തണലും ഇല്ല. നമ്മൾ നന്നായിട്ട് വെള്ളം നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തഴച്ച് വളരും ചെയ്യും. നല്ല കുളാന്ന് തണുപ്പും ഉണ്ടാവും. നമ്മളിപ്പോൾ ഇതിൻ്റെ മൂട്ടിൽ എത്ര കൊണ്ട് വെള്ളം ഒഴിച്ചാലും അങ്ങനെ തളിർക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 2 കൊല്ലം നോക്കി, പിന്നെ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഏട്ടൻ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ചപ്പും കുപ്പിയും നമ്മൾ ഓലയും മടലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ചെട്ടിക്കുട്ടി എണീറ്റിട്ടില്ല. ചാരു വന്നിട്ട് എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏട്ടനും ഉണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ ഇങ്ങനത്തെ പണികളൊക്കെ ഇങ്ങനെ വീട് വൃത്തിയാക്കലും അപ്പുറം ഇപ്പുറമൊക്കെ അടിച്ചു കോരി തീ വിടലും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. മിക്ക ഞായറാഴ്ചകളിലും രാവിലെ ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ക്ലാസ്സിലും പോകാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ക്ലാസ്സിനൊക്കെ പോകാമെന്നും പറഞ്ഞിട്ട് വേഗമൊക്കെ പണിയൊക്കെ ഒരുക്കി. പക്ഷേ ഞാൻ പിന്നെ പോയില്ല കേട്ടോ. കാരണം മടിയായി. എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ അതൊരു മടി തന്നെയല്ലേ. അതായത് വീട്ടിൽ ഒരു ദിവസമെങ്കിലും ഇരിക്കണം എന്നുള്ളൊരു 3-4 ദിവസം വീട്ടിൽ ഉണ്ടാകാതെ ഇരുന്നതാണ് കേട്ടോ. 3-4 ദിവസമല്ല, കഴിഞ്ഞ ഒരാഴ്ച വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2-3-4 ദിവസം ആയിട്ടുള്ളൂ പോകാൻ തുടങ്ങിയിട്ട്. പിന്നെ ക്ലാസ്സിൽ നമ്മുടെ ഒപ്പം വരുന്ന കുറച്ച് പേരൊന്നും വരുന്നില്ല എന്നും കേട്ടപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനായിട്ടൊരു മടിയും പിടിച്ചു. എങ്കിൽ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് പോകാനും നിന്നില്ല കേട്ടോ. രാവിലെ കണ്ടില്ല, ഈ ഒരു പണിക്കൊക്കെ നിന്നത് കൊണ്ട് തന്നെ സമയമായി. അപ്പോൾ ഇന്നലെ ഞാൻ വരുന്ന സമയത്ത് ചെമ്മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെ അവിടെ റോട്ടിൽ എപ്പോഴും ഞാനിങ്ങനെ കാണാറുണ്ട് കേട്ടോ മീൻ ഇങ്ങനെ വിൽക്കുന്നത്. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും.
വൈകുന്നേരങ്ങളിൽ കിട്ടണ മീനൊക്കെ ചിലവിടത്തെയൊക്കെ നല്ലതായിരിക്കും കേട്ടോ, ചിലതൊക്കെ അത്രയ്ക്ക് ഇതുണ്ടാവില്ല. ഞാൻ എപ്പോഴും കാണാറുണ്ട് കേട്ടോ, നല്ല എന്താ പറയുക ഫ്രഷായിട്ടും കാണുമ്പോൾ തന്നെ നമുക്കത് മേടിക്കാനായിട്ട് തോന്നും. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിക്കുന്നു ഇങ്ങനെ ചുമന്ന കളറിൽ കാണുമ്പോഴേ ചെമ്മീൻ കാണുമ്പോൾ തന്നെ നമുക്കൊരു കാണുമ്പോൾ ഒരു കൊതി തോന്നിയിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ചെമ്മീൻ 1 കിലോ വാങ്ങിച്ചു. ചെമ്മീനിനും ഇപ്പം മീനുകൾക്ക് പൊതുവേ വില കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പച്ചക്കറിയാണ് വാങ്ങിക്കുന്നത്. നോൺ വെജൊക്കെ കഴിക്കുന്നത് കുറയുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മുടെ സാധനങ്ങൾക്കൊക്കെ കുറച്ച് വില കുറയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ചെമ്മീൻ വാങ്ങിച്ചിട്ട് വന്ന് ഇന്നലെ നന്നാക്കാനൊന്നും നിന്നില്ല കേട്ടോ, അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചു. 1/2 കിലോ അര കിലോ എന്നല്ല, ഒരു 50 രൂപയ്ക്ക് നമ്മൾ മത്തിയും ബാക്കി ഒരു 200 രൂപയ്ക്ക് ചെമ്മീനും കേട്ടോ. 200 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ കാണുമ്പോൾ 1 കിലോ കുറേ ഉണ്ടെങ്കിലും നമ്മൾ നന്നാക്കി വരുമ്പോൾ ഒരു എന്താ പറയുക ഒരു 300 ഗ്രാം അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് ആകെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നന്നാക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ വയറങ്ങോട്ട് കത്തി. കാരണം 200 രൂപ കൊടുത്തിട്ട് ഇത് എത്ര ഒരു കൈപ്പിടിയേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ചെമ്മീൻ്റെ പരുവ്, അത്രയേ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു 600 700 ഗ്രാമൊക്കെ കിട്ടിയാലെങ്കിലും ഇത്തിരി കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ശരി ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെമ്മീൻ ഇനിയിപ്പോൾ വാങ്ങിക്കണ്ട, പൈസ കൊടുത്തതുമല്ല, പിന്നെ ഇതിൻ്റെ ടേസ്റ്റൊന്നും വലുതായിട്ട് ഇഷ്ടമായില്ല കേട്ടോ. നമ്മൾ വെച്ചതിൻ്റെ ഇതുമായിരിക്കാം ചിലപ്പോൾ, നമ്മളിങ്ങനെ ചെമ്മീനൊന്നും അധികം വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇന്നലെ അല്ല, ഇന്നലെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലേന്ന് വന്നത് ഇടയിൽ. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും എനിക്ക് അത്രയൊക്കെ അങ്ങോട്ട് നമ്മളെ മത്തിപ്പുളി വെക്കണ ആ ഒരു ടേസ്റ്റൊന്നും എനിക്ക് അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ. പിള്ളേർക്കും അങ്ങനെ ഇഷ്ടമായില്ല. ചാറ് മാത്രമൊക്കെ എടുക്കണം. പിന്നെ ചാറിൽ നമ്മൾ ഈ ചെമ്മീൻ ഇട്ടപ്പോൾ അത് ആകെക്കൂടെ ചുരുണ്ടിട്ട് വല്ല എന്താ പറയുക എടുത്ത് കഴിക്കാൻ പോലും മീനേ ഇല്ല കേട്ടോ. എന്താ പറയുക നമ്മൾ അരിനെല്ലിക്കയൊക്കെ കറി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, നെല്ലിക്കൻ്റെ അത്ര വലുപ്പമേ ഉള്ളൂ, ചെറിയ നെല്ലിക്ക ഉണ്ടല്ലോ, അതൊക്കെ കൂടെ ചുരുണ്ട് വല്ല എന്തോ പോലെ ഉണ്ടായിരുന്നു. വെറും ചാറിൽ അവിടെ ഇവിടെ ഓരോരോ നെല്ലിക്ക കിടക്കണ പോലെയാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും എനിക്ക് അതും കൂടെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി. കാരണം 200 രൂപയും കൊടുത്ത് വാങ്ങിച്ചിട്ട് ഒന്നും കഴിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ മതിയായിട്ട്. എനിക്കത് എന്താണെന്നറിയില്ല, എനിക്ക് ചെമ്മീൻ കഴിച്ചിട്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, ഉച്ചയാകുമ്പോൾ എനിക്കൊരു വയറിനൊരു മാതിരിയൊക്കെ ഉണ്ടായിരുന്നു. വയറ് വേദനയല്ല, എനിക്കൊരു തകട്ടണ പോലെ ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ ആയിട്ട് അങ്ങനെ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ പിള്ളേരൊന്നും അങ്ങനെ കഴിച്ചുമില്ല, അവർക്കത് വേണ്ടാന്നും പറഞ്ഞിട്ട്. പിന്നെ ഏട്ടനാണ് മൊത്തത്തിൽ കഴിച്ചത്. അപ്പം ഞാൻ എന്തായാലും ചെമ്മീനൊക്കെ ഞാനും ഏട്ടനും കൂടെ ഇരുന്ന്, ഞാൻ കുറച്ച് നേരം നന്നാക്കുമ്പോഴേക്കും ഏട്ടനും വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെമ്മീനും മത്തിയൊക്കെ ഇരുന്ന് നന്നാക്കി. പിന്നെ എല്ലാം ക്ലീൻ ചെയ്ത് വന്ന് മത്തിയൊക്കെ ഉപ്പും മുളകൊക്കെ തിരുമ്മി കൂട്ടി ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് കേട്ടോ. ബാക്കി ചെമ്മീൻ ഏട്ടൻ കറി വെച്ചാൽ മതി, മത്തി പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഞാനിതാ മത്തി മൊത്തത്തിൽ വരഞ്ഞു കൊടുത്തിട്ട് ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെമ്മീൻ കറി വെക്കാൻ പോവാണ്. നമ്മൾ സാധാരണ രീതിയിൽ തന്നെയാണ് കേട്ടോ കറി വെച്ചത്. ഞാനിത് ചെമ്മീൻ അധികം ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ശാലുമോളെ പ്രഗ്നൻ്റ് ആണ് ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഇത് കഴിച്ചതായിട്ട് ഒരു ഓർമ്മ. അപ്പോഴും വെക്കുമ്പോൾ വലിയ ഇതൊന്നുമില്ല. പക്ഷേ എന്നാലും അന്ന് അതൊരു വെള്ള കൊഞ്ചായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. കൊഞ്ചോ ചെമ്മീനോ വെള്ള കളറിലുള്ളത്, ഇത് ചുമന്ന കളറിലുള്ളത്. അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അത്ര ഓർമ്മയില്ല. എന്തായാലും ഏട്ടൻ പറഞ്ഞു ശരി എന്നാൽ ചെമ്മീൻ കറി വെച്ചാൽ മതി എന്നും പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. നമ്മൾ സാധാരണ മീൻ കറി വെക്കണ പോലെ തന്നെയാണ് അതിലും കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ തേങ്ങ വറുത്തരച്ച് വെക്കുന്നുണ്ട്, തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നുണ്ട്, തേങ്ങ അല്ലാതെ അരച്ച് ചേർത്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ് തേങ്ങാപ്പാലിൽ വെക്കാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ നമ്മളിതാ അടുപ്പത്തു നിന്ന് ചോറൊക്കെ വെന്തു ഊറ്റി വെച്ചു. പിന്നെ ഇതാ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചുവന്നുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു പിടി ചുവന്നുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും 2-3 പച്ചമുളകും ഒരു തക്കാളിയും എല്ലാം അങ്ങനെ അരിഞ്ഞ് ചതച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു,
ഉലുവയിട്ട്. അപ്പം ഞാൻ ഇന്ന് മീൻ കറിക്ക് സാധാരണ ഞാൻ കടുക് ഇടാറില്ല. പക്ഷേ ഇന്നത്തെ മീൻ കറിക്ക് ഇത്തിരി കടുക് ഇട്ടു കേട്ടോ. കാരണം ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണല്ലോ ഈ ഒരു കറി ഉണ്ടാക്കിയത്. അപ്പോൾ അവരിങ്ങനെ കടുക് ചേർക്കണം കണ്ടു. അപ്പോൾ ശരിയെന്നും പറഞ്ഞ് ഞാനും അത് കടുകൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലർ കടുക് ഇടാറുണ്ട്. പക്ഷേ എനിക്ക് ആ കടുക് ഇട്ടതിൻ്റെ ആ ഒരു മീൻ കറി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. ഒരു മണം ഒരു വ്യത്യാസമായി പോവും. അപ്പോൾ എന്തായാലും ഇതാ കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളിയും നമ്മൾ ചുവന്നുള്ളിയൊക്കെ ചായച്ചത് ഇട്ട് കൊടുത്തു, പച്ചമുളകും ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചുവന്നുള്ളിയൊക്കെ വഴണ്ട് വരുന്ന സമയത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടെ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. വെറുതെ നമ്മൾ സാധാരണ പൊടിയല്ലേ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ കലക്കിയിട്ട് നമ്മൾ ചേർക്കുന്ന സമയത്ത് നമ്മുടെ ചാറിന് നല്ല കുറുക്കുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചേർത്തത് കേട്ടോ. പക്ഷേ ഞാൻ വെച്ചപ്പോൾ കുറച്ച് വെള്ളം പോലെ ഇത്തിരി എന്താ പറയുക ചൊറന്നായി പോയി കേട്ടോ. അത് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു, രണ്ടാം പാലും ഒന്നാം പാലും പറഞ്ഞ പോലെയൊക്കെ ഒഴിച്ചത് കാരണം എന്താ പിന്നെ കഷ്ണങ്ങളും ഇല്ലല്ലോ. നമ്മൾ മത്തിയൊക്കെ ആണെങ്കിൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ആകുമ്പോൾ ഇത്തിരി ചാറൊക്കെ ഒരുമാതിരി കുറുകി കിട്ടും. ഇതാണെങ്കിൽ ഇട്ട് വെച്ചൊക്കെ ചുങ്ങി വല്ല എന്താ പറയുക, ഞാൻ പറഞ്ഞത് നെല്ലിക്ക പോലെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളിതാ ചെമ്മീൻ്റെ കറിയൊക്കെ ഉണ്ടാക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം ഇത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാത്തത് കൊണ്ട് നന്നായിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഏട്ടനൊക്കെ കഴിച്ചു. ഏട്ടനെ വലിയ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല എന്ന മട്ടിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിള്ളേർക്കും എനിക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മളത് ആ ഒരു മുളകിൻ്റെ ഇതൊക്കെ കലക്കിയതൊക്കെ ചേർത്ത് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തു, നന്നായിട്ട് വഴറ്റി, പിന്നെ പുളിവെള്ളം ചേർത്ത് കൊടുത്തു കേട്ടോ. പുളിയൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ അധികം പുളിയൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ അധികം പുളി ചേർത്തിട്ട് അതിൻ്റെ ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരു രണ്ടാം പാൽ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ നന്നാക്കി വെച്ച നമ്മുടെ ചെമ്മീനുണ്ടല്ലോ, പ്രോൺസ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞത് അങ്ങനെ അത് ആകെക്കൂടെ ചെറിയ പുഴു പോലെയേ ഉള്ളൂ. അതൊന്നും കൂടെ ചുരുണ്ട് വല്ല എന്താ പറയുക ചെറുതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രോൺസ് ഇട്ട് വെച്ചാൽ കൂടുതൽ നേരം അങ്ങോട്ട് എന്താ പറയുക നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല. ഒരു 2 മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തുറന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ ഒന്നാം പാലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പ്രോൺസൊക്കെ നോക്കുമ്പോൾ അത് കണ്ടില്ലേ, വല്ല വിളർത്തിട്ട് വല്ല എന്താ പറയുക എന്താ പറയുക എടുത്ത് കഴിക്കാൻ മാത്രമുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് ഇതുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ചെമ്മീൻ്റെ കറിയൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഞാനത് മീൻ വറുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറി വെക്കണ മുമ്പ് പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ഒന്ന് വറുക്കുകയും കൂടെ ചെയ്യുക, അപ്പോൾ അതിന് കുറച്ച് മാറ്റി വെക്കമ്മ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പിടിയോളം എടുത്തിട്ട് ഞാൻ ഉപ്പും മുളകൊക്കെ പുരട്ടി അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് വറുത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കറിയിലിട്ടാൽ കഴിച്ചില്ലെങ്കിലോ എന്നാൽ വറുത്താലെങ്കിലും കഴിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വറുക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ മത്തിയും കൂടെ എടുത്തിട്ട് ഒരു സൈഡിൽ വെച്ച് കൊടുത്തു, ചെമ്മീനും ഒരു സൈഡിൽ വെച്ച് കൊടുത്ത് അങ്ങനെ അത് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീനൊക്കെ ഇട്ട് ഒന്ന് തള വന്നതിന് ശേഷം ഞാനിതാ ഒന്നാം പാൽ കൂടെ ചേർത്ത്, ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിച്ചൊന്നും ഇല്ല കേട്ടോ. തിളപ്പിച്ചാലും നന്നായിട്ടുണ്ടാവില്ല കറി. അപ്പോൾ അതുകൊണ്ടൊന്ന് ചൂടാക്കി എടുത്തേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ല, തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ല കുറുക്കൊന്നുമില്ല, നല്ല സൊറന്ന് വെള്ളം പോലെയാണ് കറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചെമ്മീൻ കറിയാണോ ഇത് ചെമ്മീൻ രസമാണോ എന്നും പറഞ്ഞിട്ടായിരുന്നു. ഇവിടെ ഞാൻ തന്നെ സ്വന്തമായിട്ട് പറയണം കേട്ടോ, കാരണം എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും ആയില്ല അതുകൊണ്ട്. അപ്പോൾ പിള്ളേരും പറയുന്നുണ്ടായിരുന്നു മര്യാദയ്ക്ക് മത്തി കറി വെച്ചാൽ മതിയായിരുന്നു അമ്മ, ചെമ്മീൻ വറുത്താൽ മതിയായിരുന്നു എന്നിട്ട്. വറുത്തപ്പോഴും ചിട്ടിക്കുട്ടിയൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞാനും ചാരുമോളും ഏട്ടനൊക്കെയാണ് കഴിച്ചത് ചെമ്മീൻ വറുത്തിട്ട്. അവൾക്കെന്തോ ഇഷ്ടമാവുള്ളതെന്ന് പറഞ്ഞു, ചെറുതൊന്നും കഴിച്ചില്ല. പിന്നെ മത്തി വാങ്ങിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ അവൾ കഴിച്ചത്. അപ്പോൾ നമ്മുടെ ചെമ്മീനിന് അത്ര വേവൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനത് ആ ഒരു സൈഡിൽ നിന്ന് വേഗം വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള മത്തിയും അങ്ങനെ ഫ്രൈ ചെയ്തു. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി. മീൻ കറി എന്ന് പറയുമ്പോൾ മീനുണ്ടോ എന്താ പറയുക, നമ്മൾ ഈ വലയിട്ട് പിടിക്കേണ്ട അവസ്ഥയാണ് കേട്ടോ, അതിൽ അത്രയൊന്നുമില്ല മീൻ. അപ്പോൾ ഞങ്ങളങ്ങനെ മീനൊക്കെ ആയി. പിന്നെ മത്തിയും ഇതെല്ലാം വറുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്നിപ്പോൾ ചോറാണ്. രാവിലെ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, ടിഫിനൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ മീൻ കറിയും ചോറും
മുളക് വറുത്തതും ഒക്കെ കൂടെ അങ്ങനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനിൽ ഇന്ന് രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. സത്യം പറഞ്ഞാൽ മാവ് ഉണ്ടായിരുന്നു. പക്ഷേ മാവ് എനിക്ക് പുറത്തെടുത്ത് വെക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, മറന്നുപോയി പുളിപ്പിക്കാനായിട്ട്. ദോശമാവ് ഉണ്ടായിരുന്നു, പുളിപ്പിക്കാൻ എടുത്ത് വെക്കാൻ മറന്നു വെളിയിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇന്നിപ്പോൾ രാവിലെ ചോറ് തന്നെ ആക്കിയിട്ടാ. അങ്ങനെ നമ്മളിതാ പിന്നെ എൻ്റെ തുണി കഴുകലും കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ക്ലാസ്സിനൊന്നും പോയില്ലല്ലോ. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏട്ടൻ ഇന്ന് ലീവാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഏട്ടൻ എന്താ ലീവ് ഇരുന്നത് കൊണ്ട് തന്നെ ഏട്ടൻ എന്താണ് നമ്മുടെ മീൻകുളത്തിൻ്റെ സൈഡിലുള്ള ചാക്കിൽ മണ്ണാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ 1-2 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചാക്ക് ഇങ്ങനെ നുരുത്ത് അല്ല എന്താ പറയുക അതൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് വെക്കണ ഒരു തിരക്കിലാണ് ഏട്ടൻ. പുതിയ ചാക്കിൽ മണ്ണൊക്കെ വെക്കാൻ പോകുന്നു. പഴയതൊക്കെ കേടുവന്നില്ല. അതെന്തിനായിട്ട് അവിടെ തന്നെ വെക്കുന്നത്? പഴയ ചാക്ക് വെക്കുന്നേ അതെന്തിനാ ഈ കേട് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വെക്കുന്നത്? അതിൻ്റെ പേര് തന്നെ ഇടാനാണ്. ഒപ്പിക്കലാണ് മൊത്തം. ഒപ്പിക്കലാണ് ടെക്നിക്കൽ. ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചക്ക നമ്മുടെ ആവശ്യത്തിന് കുറച്ചിട്ടാണ് കണ്ടോ. നമ്മളൊന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടേക്ക് പോകട്ടെ. നേരത്തെ അവിടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിനടക്കം പോകാണ്ടിരുന്നത്. എവിടേക്കേട്ടാ കൊണ്ടുപോകാൻ പറഞ്ഞത്? പറയേട്ടാ, പറയ്. സംസാരിക്കാൻ മടിയാണ്. നാണക്കാരനാണ്, നാണക്കാരൻ. കൊതുക് തന്നെ. ഇപ്പോൾ ഇവിടെ ഉച്ചയായിട്ടും കൊതുകൊന്നും മാറിയിട്ടില്ല. എന്തോ ഒരു കൊതുവാണ്. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് എന്തായാലും ഏട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അത് എവിടേക്കും അല്ല, നമ്മൾ പാലക്കാട് എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഗുണ കേവിൻ്റെ സെറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ എക്സിബിഷൻ പോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന് മുമ്പും നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ്, എന്താ താജ്മഹൽ, ടൈറ്റാനിക് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ മക്കളിനെ ഇങ്ങനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകാനും നിന്നില്ല കേട്ടോ. അപ്പോൾ പിള്ളേർക്കിപ്പോൾ വെക്കേഷനാണല്ലോ. അപ്പോൾ ക്രിസ്മസിന് സ്കൂളൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്തവണ കൊണ്ടുപോകണം, മുന്നത്തെ പോലെ പറ്റിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ശരി എന്നാൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഞങ്ങളെ കൂട്ടിയിട്ട് നമ്മുടെ എക്സിബിഷന് വന്നു. അപ്പം ഞങ്ങളിതാ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ ബസ്സിലാണ് വന്നത്. നമ്മൾ നമ്മുടെ താഴത്ത് വരെ ബൈക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് 4 പേർക്ക് അങ്ങനെ ഒരു ബൈക്കിൽ പോകാനും പറ്റില്ല. പിന്നെ ഞാനങ്ങനെ ടൗണിൽ അങ്ങനെ വണ്ടി എടുക്കാനുള്ള ഒരു സെറ്റപ്പൊന്നും ആയിട്ടില്ലല്ലോ. പോകും, അത്യാവശ്യം പോകും, പോവാതെയല്ല. പക്ഷെ എന്നാലും മക്കളിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അതൊരു ഇതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ വണ്ടി. അപ്പം ഏട്ടൻ പറഞ്ഞു നമുക്ക് ബസ്സിന് പോവാം. കുറേ കാലമായിട്ടാണ് ഏട്ടൻ ബസ്സിലൊക്കെ വന്നിട്ട്. ഞാൻ പിന്നെ ഇന്നലെ വരെ ബസ്സിലിരുന്ന ആളായതുകൊണ്ട് എനിക്കതിലൊരു ഇതൊന്നുമില്ല. പക്ഷേ ഏട്ടന് ബസ്സിൽ പോകാൻ ആഗ്രഹം തോന്നിയിട്ട് അപ്പം ഞങ്ങൾ ബസ്സിൽ വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ബസ്സിൽ വന്നു കേട്ടോ. അങ്ങനെ വന്ന് ഏട്ടൻ ടിക്കറ്റൊക്കെ എടുത്തതാ നമ്മളിതാ മേലെ കയറുകയാണ് കേട്ടോ. ഗുണ കേവിൻ്റെ മേലെ കയറുകയാണ്. എന്തായാലും ഒറിജിനൽ ഗുണ കേവിൻ്റെ അവിടെ പോകാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ സെറ്റ് ഇട്ടതൊന്ന് കാണാമല്ലോ എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കുട്ടികൾക്കതൊരു ആകാംക്ഷയാണ്. പിള്ളേർക്ക് ഇതുപോലെയൊക്കെ വരുമ്പോൾ വല്ലപ്പോഴൊക്കെ കൊണ്ട് കാണിക്കുമ്പോൾ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആകുമല്ലോ. പിന്നെ ഇവിടെ ടിക്കറ്റ് വന്നിട്ട് ഒരാൾക്ക് 120 രൂപയാണ് കേട്ടോ. 120 രൂപയ്ക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ 3 വയസ്സ് വരെ ടിക്കറ്റ് വേണ്ട. അതിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് വേണം. അത് ഫുൾ ടിക്കറ്റ് തന്നെയാണ്. ഒരാൾക്ക് 120 രൂപ അങ്ങനെയാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാണാൻ പറഞ്ഞാൽ വലിയതായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറയുക, അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക ഭീകരമായിട്ടുള്ളൊരു ഗുഹയിൽ കൂടെ പോവുക അങ്ങനെയൊന്നുമില്ല. എന്നാലും വലിയ കുഴപ്പമില്ല. നമുക്ക് കുറച്ച് നേരം ഒന്ന് അവിടെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. മക്കൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാമെന്നേ ഉള്ളൂ കേട്ടോ. ഇടയിലിടയിൽ ഇങ്ങനെ ഒരു പ്രേതങ്ങളുടെ ആ ഒരു സെറ്റപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഗുഹയിൽ കൂടെ പോകാനുള്ള. അപ്പോൾ അതിൻ്റെ ഒരു
സെറ്റപ്പൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പേടിയുള്ള കുട്ടികൾക്കൊക്കെ അത് ഇത്തിരി കുറച്ചും കൂടെ എന്താ പറയുക ഇതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതാ ഇവിടെ നല്ല വള്ളികളും ഒക്കെ ആയിട്ട് എന്താ പറയുക ഗുഹ പോലെ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടേട്ടനൊക്കെ അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിലുള്ള ഈ മഞ്ഞുമേൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ കുട്ടാട്ടാ എന്നൊക്കെ പറയണില്ലേ, അവനാണ് കേട്ടോ ഈ കയറിൽ തൂങ്ങിക്കിടക്കണത്. പിന്നെ അപ്പുറത്ത് മറ്റേ എന്താണ് ഒരു ഒരു കഥാപാത്രത്തിൻ്റെ പേരൊക്കെ എനിക്കിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വരുന്നില്ല കേട്ടോ മനസ്സിൽ. അത് അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അവരുടെ ഒരു ഡമ്മിയൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ മാറാലിയും അങ്ങനെയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പേടിക്കാൻ മാത്രമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ നിറയെ പേരുമായിട്ടാണല്ലോ ഒരുമിച്ചാണല്ലോ പോണത്. അതായത് ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ അയ്യോ ആരെങ്കിലും വന്നാലോ പിടിച്ചാലോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടാവും, പ്രേതങ്ങൾ വരുമോ എന്നുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ കൂട്ടത്തോടെ ജനങ്ങളോടൊപ്പം പോകുമ്പോൾ അത്ര വലിയ പേടിയൊന്നുമില്ല. ചിട്ടിക്കുട്ടിക്കാണെങ്കിൽ കുറച്ച് പേടി കൂടുതൽ, അവൾ പേടിക്കുമോ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവൾക്കും അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അപ്പം ഇടയിലൊക്കെ ഇത് അതുപോലെ കണ്ടില്ലേ അസ്ഥികൂടങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ പേടിക്കും. അപ്പോൾ അങ്ങനെ പേടിക്കുന്ന കുട്ടികൾക്കൊന്നും ഇതൊന്നും കാണിച്ചു കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഉള്ളിൽ കുറച്ച് ഭാഗം അങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ ഒരു ആൽമരത്തിൻ്റെ സെറ്റപ്പ്, പിന്നെ അവിടെ ഒരു ചെറിയൊരു ഫൗണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെള്ളം ചാടുന്നത് പോലെയും ഒരു പാലമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ്. ഇവിടെ വരുമ്പോൾ കുറച്ച് തണുപ്പുണ്ട്. അവിടെയൊക്കെ ഒരു കുറച്ച് എ സി ഒക്കെ വെച്ച് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റെവിടെയൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര ചൂടായിട്ടാണ് കേട്ടോ തോന്നിയത്. ചൂട് പറഞ്ഞാൽ ചൂട് തന്നെയാണ്, എന്താ പറയുക തോന്നലല്ല, ചൂട് തന്നെ. ഇവിടെ വരുമ്പോൾ കുറച്ച് കാറ്റൊക്കെ എയർ കൂളറൊക്കെ വെച്ചിട്ട് ഒരു തണുപ്പ് ഫീൽ ചെയ്യും. ഗുഹൻ്റെ അകത്ത് വെള്ളച്ചാട്ടമൊക്കെ ആകുമ്പോൾ ഒരു തണുപ്പൊക്കെ വേണമല്ലോ, അതിൻ്റെ ഒരു ഫീലിങ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക അങ്ങനെ ഗുഹൻ്റെ ഉള്ളിൽ കൂടെ വന്ന് പിന്നെ അവിടെ സ്നോ വേൾഡ് കേട്ടോ, കുറച്ച് അപ്പുറത്ത് പോയാൽ സ്നോ വേൾഡ് ഉണ്ട്. പിന്നെ ഫ്ലവർ ഷോ പോലെ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിനകത്തൊരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ വെള്ളമൊക്കെ ഇങ്ങനെ ചാടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെയൊക്കെ. പിന്നെ ഇത് ആനൻ്റെ തുമ്പിക്കൈയും ഒക്കെ ആയിട്ട് ഒരു സെറ്റപ്പായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊക്കെ അവിടെ നിന്നിട്ട് ഓരോരോ ഇത് കാണുമ്പോൾ അവിടെ ഫോട്ടോ എടുക്കുക. പിന്നെ ഈ ഗുണ കേവിൻ്റെ എല്ലാ ചരിത്രങ്ങളും അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റോറി മൊത്തത്തിൽ അങ്ങോട്ട് ഇവിടെ ഓരോരോ ചാർട്ടായിട്ട് കൊടുത്ത് അതിൽ എഴുതിയിട്ടിട്ടുണ്ട്. പിന്നെ ഗുണ കേവിൽ ആ ഒരു കയറിൽ പിടിച്ച് തൂങ്ങണ ആ കയറും ഒക്കെ ഒരു കുഴിക്കകത്ത് വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ അവിടെ നിന്നിട്ട് എന്താ കുട്ടാട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് തൂങ്ങിയിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മക്കളും അങ്ങനെ തന്നെ വന്നു വെച്ചാൽ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഗുഹയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മൾ സ്നോ വേൾഡിലേക്കാണ്. അവിടെ വലിയ എന്താ പറയുക ഇതുപോലെ തന്നെ കേട്ടോ, നമ്മളിങ്ങനെ മൊത്തത്തിൽ സ്നോ വേൾഡ് ൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്ത് പിന്നെ ഒരു മരത്തിൻ്റെ സെറ്റപ്പും ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ മങ്കി ബിയർ പിന്നെ പെൻഗ്വിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മഞ്ഞ് പോലെ ഇങ്ങനെ മഞ്ഞൊക്കെ ഇട്ട് അങ്ങനെ ഒരു സെറ്റപ്പ് ഇട്ടാൽ നമുക്കിങ്ങനെ ഫോട്ടോ എടുക്കാനും കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ. പിന്നെ നമ്മൾ അടുത്തത് പ്രവേശിക്കുന്നത് ഫ്ലവർ ഷോ ആണ് കേട്ടോ. ഫ്ലവർ ഷോ പറയുമ്പോൾ ഫ്ലവർ കൊണ്ട് മൊത്തത്തിൽ അങ്ങോട്ട് എന്താ പറയുക നമ്മൾ ഒരു ഗാർഡനിൽ കടന്ന പോലെ ഉണ്ടാവും അതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ. പിന്നെ ഫോട്ടോ എടുക്കാനുള്ളത് പിന്നെ ഇവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മൾ സെൽഫി സ്റ്റിക്ക് കൊണ്ടിട്ട് ഇങ്ങനെ കറങ്ങണത് നമുക്ക് ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാനായിട്ട്. അതിനൊക്കെ കാശ് കൊടുക്കണം കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട്. ഇപ്പോൾ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഇതിനകത്ത് നമ്മൾ എന്താ പറയുക ഫാൻസി ഐറ്റം പിന്നെ ചോക്ലേറ്റ് പിന്നെ ഫുഡ് കഴിക്കാൻ ഐസ്ക്രീം ഇതേതുപോലെ എണ്ണക്കടികൾ എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇതിനകത്ത് പോയപ്പോൾ ഭയങ്കര വിലയായതുകൊണ്ട് സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ എന്തായാലും പിള്ളേരെയും കൂട്ടിയിട്ട് വന്നത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണമല്ലോ പറഞ്ഞിട്ട് പിന്നെ ഞാനത് ഞങ്ങൾ പപ്പടം ഉണ്ടല്ലോ വലിയ പപ്പടം അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു. ഐസ്ക്രീമിനൊക്കെ ഭയങ്കര വിലയാണ്. നമ്മൾ കടയിലൊക്കെ പോയി കഴിച്ചാൽ 25 രൂപയുടെ ഐസ്ക്രീം ഇവിടെ 50 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു ചെറിയ കുഞ്ഞ് ക്ലിപ്പ് പോലെ 50 രൂപയ്ക്കാണ്. എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ അത്രയും
വില കൊടുത്ത് വാങ്ങിക്കേണ്ട. പുറത്ത് പോയ കടയിൽ പോയ ഇതിലും വില കുറഞ്ഞ് കിട്ടും. അത്രയ്ക്കും നമ്മുടെ അടുത്ത് ഇങ്ങനെ അറുക്കുകയാണ് അവർ. എന്തായാലും അതിനകത്ത് പോയാൽ വാങ്ങിക്കുമല്ലോ എന്നുള്ള രീതിയിൽ ഞാനിതാ പപ്പടമൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. വലിയ പപ്പടമൊക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ കഴിക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ ഏട്ടനാണെങ്കിൽ ഇവിടെ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. ഗെയിംസ് എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെ ബോളൊക്കെ ഇട്ടിട്ട് അതിൽ നമ്പർ വീഴുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രൈസൊക്കെ കിട്ടും. അപ്പോൾ 6ൽ 3 തവണ ബോൾ വീണാൽ ഫ്രിഡ്ജ് എന്നൊക്കെ പറയും. പക്ഷേ ഫ്രിഡ്ജൊന്നും ആർക്കും കിട്ടുന്നുണ്ടാവില്ല. ഇപ്പോൾ ഒരു 50 രൂപ കൊടുത്തു വെച്ചാൽ ഈ ഗെയിം കളിക്കുക. ഇതിൽ ഏത് വീഴുമോ അത് അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ പൈസ തരും കേട്ടോ. ഇപ്പം നമ്മളിങ്ങനെ ആവേശത്തിൽ വെറുതെ കളിക്കാൻ പറ്റും. ഏട്ടാ എവിടെ പോയാലും ഇങ്ങനത്തുള്ള തട്ടിപ്പ് പരിപാടി തന്നെ പോയി വീഴുള്ളൂ. അപ്പോൾ ആളെന്തായാലും ഞാൻ പോയി കളിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഇതാ ബോളൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട്. അവസാനം നമുക്ക് കിട്ടിയത് ഒരു ചെറിയൊരു വട്ടപാത്രമാണ് കേട്ടോ. 20 രൂപ മാത്രം വിലയുള്ള ഒരു വട്ടപാത്രം. ഇത് കണ്ടില്ലേ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വട്ടപാത്രം തന്നിട്ട് ഇതാ പൊക്കോ നിൻ്റെ തലയിൽ കമഴ്ത്തി എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തായാലും അതും വാങ്ങിച്ച് അങ്ങനെ ഞങ്ങൾ വന്നു തിരിച്ച്. അങ്ങനെ പിന്നെ പുറത്ത് പോയാൽ കുറേ ഗെയിം കളിക്കാനുള്ളത് അതെല്ലാം ഓരോ ഇതിലും നമ്മൾ എന്താ ടിക്കറ്റ് എടുത്തിട്ട് തന്നെ കയറണം കേട്ടോ. അതിനകത്ത് വരാൻ 120 രൂപ അത് കാണാനൊക്കെ. മറ്റേത് ഇതാ ഇതുപോലെ ഊഞ്ഞാൽ, എന്താ പറയുക, തോണി അങ്ങനെയുള്ള ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ. അതായത് നമുക്ക് അതിനകത്തൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് കാശ് കൊടുക്കണം. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ ഞങ്ങളിതാ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് വന്നതാണ് കേട്ടോ. ഷോപ്പിംഗ് പറഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ വിചാരിക്കണു. അപ്പോൾ എൻ്റെ കൊലുസൊക്കെ എന്താ പറയുക കേട് വന്നിട്ട് കുറേ കാലമായിട്ടാണ് ഞാൻ പാദസരമൊന്നും ഇപ്പോൾ ഉപയോഗിക്കില്ല. കുറേ 1.5 വർഷമായി പൊട്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ കൊലുസ് വാങ്ങിക്കാമെന്നും പറഞ്ഞിട്ടിരുന്നതാണ്. പക്ഷേ മക്കൾക്ക് കൊലുസൊന്നും ഇഷ്ടമില്ല. ഇപ്പോഴത്തെ മക്കൾക്ക് പാദസരമൊന്നും വേണ്ട എന്നുള്ളൊരു മട്ടിലാണ്. അതുകൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ കൊലുസ് വാങ്ങിച്ചു കേട്ടോ. പഴയ 1-2 കൊലുസൊക്കെ ഉണ്ടായിരുന്നു. അത് വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കൊടുത്തും ഒരു കുഞ്ഞു കൊലുസും വാങ്ങിച്ചു. പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങും കൂടെ നടത്തിയിട്ട് ഒരു കുർത്തിയൊക്കെ മേടിച്ചു. എനിക്കൊരു ക്രിസ്മസ് ഫംഗ്ഷനൊക്കെ ഉണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുർത്ത വാങ്ങിച്ചു. അങ്ങനെ പിന്നെ നേരെ വന്നത് നമ്മുടെ നെഹദിയിലാണ്. നെഹദിയിലെ കുഴിമന്തി എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്, നല്ലതാണ്, അടിപൊളിയാണ് കഴിക്കാനെന്നും പറഞ്ഞ് അങ്ങനെ കൂട്ടിയിട്ട് വന്നതാണ് കേട്ടോ. പിള്ളേർക്ക് ഒരേ വാശി കുഴിമന്തി ഇവിടെ നിന്ന് തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വന്ന് കുഴിമന്തി ഓർഡർ ചെയ്ത് അങ്ങനെ അതും കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ഈ കുഴിമന്തിയോട് അത്ര താല്പര്യമൊന്നുമില്ല. അത് എവിടത്തെയാണെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് കൂടുതലും ഞാൻ ബിരിയാണിയാണ് കൂടുതലും ഇഷ്ടം, കഴിക്കാൻ ഇഷ്ടമുള്ളത്. ബിരിയാണിൻ്റെ അത്ര എനിക്ക് അങ്ങനെ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. അപ്പോൾ പിള്ളേരുടെ ഒരു ഇഷ്ടത്തിന് വന്ന് ഇവിടെ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അൽഫാം മന്തിയാണ് വാങ്ങിച്ചത്. വലിയ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. എന്നെപ്പോലെ കുഴിമന്തി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ബിരിയാണിയാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അല്ലാതെ ഇവിടുത്തെ ഫുഡ് കൊള്ളത്തില്ല എന്നല്ല, കുഴപ്പമൊന്നുമില്ല, തരക്കേടൊന്നുമില്ല കേട്ടോ. എന്തായാലും കുഴിമന്തി കഴിച്ച് ഞങ്ങൾ നേരെ ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് അവസാനത്തെ ബസ്സും പിടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.